ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ദില്ലിയിൽ റാവൂസ് IAS സ്റ്റഡി സെൻ്ററിൽ വെള്ളക്കെട്ടിൽ വെച്ച് മരിച്ച നെവിൻ്റെ വീട് സന്ദർശിക്കുകയാണ്. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസമാണ് ദില്ലി റാവൂസ് IASലെ ബേസ്മെൻറ്റിൽ 12 അടി വെള്ളം കയറി, ഡ്രെയിനേജിൽ നിന്നുള്ള വെള്ളം കയറി നെവിൻ ഉൾപ്പെടെ 3 പേർ മരിച്ചിരുന്നു. 2 UP സ്വദേശികൾ, ഒരു മലയാളി. നെവിൻ അവിടെ JNUവിൽ ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു. അതിനുശേഷം സിവിൽ സർവീസ് കോച്ചിങ്ങിൻ്റെ ഭാഗമായി, പാർട്ട് ടൈം കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് റാവൂസ് കോച്ചിങ് സെൻറ്ററിൽ ചേർന്നത്. അവിടെ രാവിലെ 8:30 കൂടി ഉണ്ടായ വലിയ മഴയിൽ, കനത്ത മഴയിൽ 12 അടിയോളം വെള്ളപ്പൊക്കമുണ്ടാകുകയും അവിടുത്തെ ബയോമെട്രിക് ഡോർ സംവിധാനം പൂർണ്ണമായും അടഞ്ഞതിനെ തുടർന്ന് പുറത്തു പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ നെവിൻ ഉൾപ്പെടെ 3 പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായി. നെവിൻ്റെ ബന്ധുക്കളടക്കം ഇപ്പോൾ ദില്ലിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി രാത്രിയോടുകൂടി നെവിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കും. തിരുവനന്തപുരത്തെ തച്ചോട്ടുകാവിലാണ് നെവിൻ്റെ വീട്. നെവിൻ്റെ പിതാവ് നേരത്തെ പോലീസ് സർവീസിൽ DYSP ആയി വിരമിച്ചയാളാണ്. അമ്മ കാലടി സർവകലാശാലയിൽ ജോഗ്രഫി വിഭാഗം പ്രൊഫസറുമാണ്. സിവിൽ സർവീസ് കോച്ചിങ്ങിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നെവിൻ ദില്ലിയിലുണ്ടായിരുന്നത്. റാവൂസ് IAS കോച്ചിങ്ങിൻ്റെ അനാസ്ഥ, അവിടെ ഉണ്ടായിരുന്ന കെട്ടിടത്തിൻ്റെ ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് സ്റ്റോർ റൂം പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നിടത്ത് ലൈബ്രറി പ്രവർത്തിച്ചിരുന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേർ കൂടി ഇന്ന് അറസ്റ്റിലായ സാഹചര്യമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നെവിൻ്റെ വീട്ടിൽ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിക്കാൻ വിവരങ്ങളുമായി മാനസ ചേരുന്നു. മാനസ, എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? നെവിൻ്റെ ബന്ധുക്കളടക്കം വലിയ തരത്തിലുള്ള വിഷമത്തിലാണ്. ഒപ്പം തന്നെ അവർ ഇങ്ങനെ ഒരു സംഭവം ഇനി രാജ്യത്തുണ്ടാകരുത്, അതിനുള്ള നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രി എന്താണ് അവരുമായി സംസാരിക്കുന്നത്? തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിലുണ്ടായ ഈ വെള്ളക്കെട്ട് തുടർന്നുണ്ടായ ഈ അപകടത്തിൽ കാര്യമായ രീതിയിൽ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരും ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അല്പസമയം മുൻപാണ് മന്ത്രി വി ശിവൻകുട്ടി നെവിന്റെ കുടുംബ വീട്ടിലേക്ക് എത്തിയത്. തിരുവനന്തപുരം പേയാട് ആണ് നെവിന്റെ കുടുംബ വീട് വരുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് പോയിരുന്നു അച്ഛനും അമ്മയും. ഇന്ന് രാവിലെയോടുകൂടിയാണ് കുടുംബ വീട്ടിലേക്ക് എത്തിയത്. നെവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് രാത്രിയോടെ കുടുംബ വീട്ടിലേക്ക് എത്തിക്കും. ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെയും നടക്കുക എന്നാണ് നിലവിൽ അറിയിച്ചത്. ഇന്ന് രാവിലെയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെയും പൂർത്തിയാകും. ശേഷം ഇന്ന് രാത്രി 10:30 തിരുവനന്തപുരത്ത് മൃതദേഹം എത്തിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്കാരം തിരുവനന്തപുരം ഈ തച്ചോട്ടുകാവ് പള്ളിയിൽ വെച്ചായിരിക്കും നടക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് മന്ത്രി എത്തിയത്. മന്ത്രി കുടുംബക്കാരുമായി, ബന്ധുക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നിന്നും ഇപ്പോൾ മന്ത്രി നെവിന്റെ അച്ഛനുമായാണ് സംസാരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, മാനസ മനോജാണ് തിരുവനന്തപുരത്ത് നിന്ന് നെവിൻ്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ നെവിൻ്റെ ബന്ധുക്കളോട് സംസാരിക്കുകയാണ്. വിവരങ്ങളാണ് മാനസ മനോജ് പങ്കുവച്ചത്.